ഇന്ന് സംസ്ഥാനത്തുടനീളം ദേവസ്വം ബോർഡിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ പ്രതിഷേധമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് നടന്നത്. ആ വാർത്തകളിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം പ്രസിഡന്റിന്റെ രാജി ആവശ്യം ശക്തമാക്കി ബി.ജെ.പി. പി.എസ്. പ്രശാന്തിന്റെ ഏണിക്കരയിലെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധിച്ച പ്രവർത്തകർ പി.എസ്. പ്രശാന്തിന്റെ കോലം കത്തിച്ചു. പ്രശാന്ത് രാജിവെക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് ബി.ജെ.പി. വ്യക്തമാക്കി. ബി.ജെ.പി. കരകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് വഴിയിൽ തടഞ്ഞു. ഭക്തരെയും അയ്യപ്പനെയും വഞ്ചിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ച പ്രവർത്തകർ പി.എസ്. പ്രശാന്തിന്റെ കോലം കത്തിച്ചു. ബി.ജെ.പി. നോർത്ത് ജില്ലാ അധ്യക്ഷൻ രജികുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു നിമിഷം പോലും പി.എസ്. പ്രശാന്തിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും രാജിവെച്ച് പുറത്തു പോകണമെന്നും രജികുമാർ ആവശ്യപ്പെട്ടു. സാധാരണ ഒരു ക്ഷേത്രങ്ങളിൽ, ഒരു ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ ഒരു സ്വർണ്ണപ്പൊട്ടോ അല്ലെങ്കിൽ ഒരു വിളക്കോ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് സബ് ഗ്രൂപ്പിൽ നിന്ന് ദേവസ്വത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുന്ന, അതിന് അവിടുത്തെ വാച്ചർ, അതുപോലെ തന്നെ സബ് ഗ്രൂപ്പ് ഓഫീസർ, AC ഉൾപ്പെടെ വന്ന്, അസിസ്റ്റൻ്റ് കമ്മീഷണർ ഉൾപ്പെടെ വന്ന് മഗസർ തയ്യാറാക്കിയിട്ട് ആ മഗസറിൽ ദേവസ്വം അഡ്വൈസറി കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ അഡ്വൈസറി കമ്മിറ്റിയിൽ ആരെങ്കിലും ഒരാൾ ഒപ്പിട്ടിട്ട് ആ നാട്ടിലെ ഒരു ഭക്തൻ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന ഒരു ഭക്തൻ കൂടി ഒപ്പിട്ട മഗസർ തയ്യാറാക്കിയാണ് അത് അവിടെ നിന്ന് ആ ഒരു സാധാരണ ക്ഷേത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. ഇത്രയും സ്വർണവും ഇതുപോലുള്ള കാര്യങ്ങൾ ശബരിമലയിൽ നീക്കം ചെയ്യുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഇതൊരു വൻ വെട്ടിപ്പ് അല്ലെങ്കിൽ ഒരു സ്വർണ്ണ തട്ടിപ്പ് തന്നെയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. പി.എസ്. പ്രശാന്ത് രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബി.ജെ.പി. അറിയിച്ചു. ബി.ജെ.പി. വക്താവ് യുവരാജ് ഗോകുൽ, കല്ലയം ഏരിയ പ്രസിഡന്റ് സാംജി, ജില്ലാ വൈസ് പ്രസിഡന്റ് മടവൂർ സന്തോഷ്, ജില്ലാ സെക്രട്ടറി അനുരാജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുരളീധരൻ നായർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുനിലാൽ, പൂവത്തൂർ വിക്രമൻ തുടങ്ങി ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ സംസാരിച്ചു. ജനം, തിരുവനന്തപുരം.